ഓണം, മലയാള നാടിന്റെ ന്യൂ ഇയർ. പാട്ടുകൾ കേൾക്കുന്ന നാടുകൾ, ഓണത്തിന്റെ പ്രിപ്പറേഷൻ. കൊറോണ സമയത്ത് എല്ലാവർക്കും കുറച്ച് സങ്കടത്തിലാണ്. ഈ ചിങ്ങമാസം എല്ലാം ശുഭമാവുന്നു നമുക്ക് പ്രാർത്ഥിക്കാം. മലയാള മാസം ആരംഭമാണ്. നമുക്ക് കേരളത്തെ കുറിച്ച് പറഞ്ഞാലോ? കേരളത്തില് 14 ജില്ലകളുണ്ട്. അതില് നമുക്ക് 7 ജില്ലകള് ഇന്ന് ഈ ചാനലില് നമുക്ക് പഠിക്കാം. നമ്മൾ മലയാളികളൊക്കെ ഭയങ്കര ഫുഡീസ് ആണല്ലോ. ഓരോ ജില്ലയും ഓരോ ഡിഷസ് നമുക്ക് പരിചയപ്പെടാം. അതുവഴി ആ ജില്ലയുടെ പേര് നമുക്ക് പഠിക്കാം. എല്ലാ ജില്ലയില് thousands of dishes ഉണ്ട്. പക്ഷെ ഞാൻ ഒരു ഡിഷിനെ ചൂസ് ചെയ്യുന്നുള്ളൂ പഠിക്കാൻ വേണ്ടി. സോറി. ഇന്നത്തെ 7 ജില്ലകളെ പഠിക്കാൻ റെഡിയായോ? ഓക്കെ, നമുക്ക് പോവാം ജില്ലകളെ പഠിക്കാൻ. വടക്കോന്ന് വരുമ്പോ നമ്മുടെ ഫസ്റ്റ് ജില്ലയായിരിക്കും കാസർഗോഡ്, ലാൻഡ് ഓഫ് മാംഗ്ലൂർ ആൻഡ് മലബാർ cuisine, the yumminess of നെയ്പത്തൽ. അങ്ങനെ നെയ്പത്തലും കഴിച്ച് നമുക്ക് സെക്കൻഡ് ജില്ലയിലേക്ക് പോവാം, കണ്ണൂർ. രണ്ടാമത്തെ ജില്ല കണ്ണൂർ. അവിടുത്തെ കാറ്റും പോലെ നല്ല ബിരിയാണിന്റെ മണമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ജില്ലയിൽ പോയാലോ? ഏതാ? വയനാട്. വയനാടിന്ന് നമുക്ക് നല്ല മുളേരി പായസം കുടിക്കാം. അതൊക്കെ വേണ്ട. നമുക്ക് നമ്മുടെ നാലാമത്തെ ജില്ലയിലേക്ക് പോയാലോ? കോഴിക്കോട്. അവിടത്തെ അടിപൊളി ഹൽവ. കോഴിക്കോടൻ ഹൽവ കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ 5ാമത്തെ ജില്ലയിൽ പോയാലോ? ഓക്കെ, നമ്മുടെ ചങ്ങായിമാരുടെ നാട്. 5ാമത്തെ ജില്ല മലപ്പുറം. അവിടുത്തെ അടിപൊളി പലഹാരങ്ങൾ. മലപ്പുറംകാരുടെ ഉന്നക്കായ. നാക്കും മനസ്സും മധുരം നിറഞ്ഞോ? അപ്പൊ നമ്മുടെ 6ാമത്തെ ജില്ല എന്താന്നറിയാവോ? ഞാൻ പറയാം. കേരളത്തിന്റെ നെല്ലറ, പാലക്കാട്. ഫ്യൂഷൻ cuisine ഓഫ് കേരള ആൻഡ് തമിഴ്നാട്. ഇവിടെ പോയാ നമുക്ക് അസലൻ ഊർഗായി അല്ലെങ്കിൽ നമ്മുടെ അച്ചാറുകൾ കിട്ടും. അവിടെ നിന്ന് ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോവാണ്. പൂരങ്ങളുടെ പൂരം, തൃശ്ശൂർ പൂരം. 7ാമത്തെ ജില്ല തൃശ്ശൂർ. 7ാമത്തെ ജില്ല തൃശ്ശൂർ. അവിടെ വന്ന വയറ് നിറച്ച് പാലടപ്രഥം കഴിക്കാൻ പറ്റും. വായോട്ടം കടിയേ പാലട കുടിക്കാൻ, അതും തൃശ്ശൂരിന്. രുചികരമായ 7 ജില്ലകളെ ഓർത്തു വയ്ക്കുമല്ലേ? എന്നിട്ട് അടുത്ത എപ്പിസോഡില് നമുക്ക് അടുത്ത 7 ജില്ലകളെ നമുക്ക് പഠിക്കാം. ഓക്കെ, നിങ്ങളുടെ സജഷൻസ് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കല്ലേ. ബൈ ബൈ.